നിങ്ങളുടെ കണ്ണുകളിൽ റെറ്റിന, കണ്ണിനുള്ളിൽ ഉള്ള വിഴിത്തിര, റെറ്റിനയിൽ ഞരമ്പിൽ സ്ട്രോക്ക്, അതായത് പെട്ടെന്ന് ബ്ലഡ് സപ്ലൈ പോവുക, ബ്ലഡ് വെസൽസ് ബ്ലോക്ക് ആവുക, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുക, അത് ഉടനെ പെയിൻലെസ് ലോസ് ഓഫ് വിഷന് കാരണമാകുന്നു. ഇതിൻ്റെ ലക്ഷണങ്ങൾ, കാരണങ്ങൾ, ചികിത്സ, പ്രതിവിധി ഇതെല്ലാം സംസാരിക്കുന്നതാണ്. കണ്ണിൽ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വേദനയില്ലാതെ പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുന്നു. ഉടനെ 5 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കണ്ണിൽ നല്ല മസാജ് ചെയ്യുക, പ്രഷർ കുറയ്ക്കുക. രണ്ടാമത് 1 ലിറ്ററോ അതിൽ കൂടുതൽ വെള്ളം കുടിക്കുക. മൂന്നാമത് കണ്ണിൽ ആൻറ്റി ഗ്ലോക്കോമ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഐ ഡ്രോപ്സ് ഇടുക. നാലാമത് സ്ട്രോക്കിനുള്ള ഗുളികകൾ ഉടനെ കഴിക്കണം. അതെന്തൊക്കെയാണ്? സ്റ്റാറ്റിൻ, ആൻറ്റി കൊളസ്ട്രോൾ ടാബ്ലറ്റ്, ക്ലോപ്പിയലറ്റ്, ആസ്പിരിൻ, പാൻഡോപ്രസോൾ ഉടനെ കഴിക്കുക. 15 ഗുളികകൾ വരും, അത് ഉടനെ കഴിക്കുക. പിന്നെ ശരീരത്തിൽ BP ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ BP ഉണ്ടോ എന്ന് നോക്കിയിട്ട് BP പെട്ടെന്ന് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എന്താണ് സ്ട്രോക്ക്? ഇതിൽ കണ്ണിൻ്റെ ഉള്ളിൽ റെറ്റിനയിൽ ബ്ലഡ് വെസൽസ് ഉണ്ട്, ആർട്ടറി ഉണ്ട്, വെയിനുണ്ട്. നല്ല രക്തം പോകുന്ന ആർട്ടറി, മറ്റേത് മോശം രക്തം പോകുന്നത് വെയിൻ. അതിൽ അടപ്പുണ്ടാകുകയോ അല്ലെങ്കിൽ അത് ഹെമറേജ്, ബ്ലീഡിങ് ഉണ്ടാക്കുകയോ ചെയ്യുന്നു. ഓക്കെ, ഇത് റെറ്റിനിയിൽ ഈ ബ്ലീഡിങ് ഉണ്ടാകുന്നത് റെറ്റിനിയിൽ ബ്ലീഡിങ് ഉണ്ടാകാം, അല്ലെങ്കിൽ സെൻട്രലുള്ള സെൻട്രലുള്ള വിട്രിയസിൽ ബ്ലീഡിങ് ഉണ്ടാകാം. എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും നമ്മൾ നിയന്ത്രിച്ച് ചികിത്സിക്കണം. ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, കൊയാഗുലേറ്റീവ് ഡിസോർഡേഴ്സ്, പിന്നെ ശരീരത്തിൻ്റെ വണ്ണം, അതായത് ഒബീസിറ്റി കൺട്രോൾ ചെയ്ത് കുറയ്ക്കുക, കൊളസ്ട്രോൾ കുറയ്ക്കുക, എപ്പോഴും എക്സസൈസ് ചെയ്യുക, മെൻ്റൽ ടെൻഷൻ ഇല്ലാതാക്കുക. അതിന് യോഗാസന, മെഡിറ്റേഷൻ, മ്യൂസിക്, കോമഡി ഇതെല്ലാം നമുക്ക് കാണുകയും അത് ചെയ്യുകയും ചെയ്യുക. പിന്നെ ഫാറ്റി ഫുഡ്, ജങ്ക് ഫുഡ് എല്ലാം നിർത്തുക. നോൺ വെജിറ്റേറിയൻ ഫുഡ് നമുക്ക് പഴക്കത്തിലാക്കുക. പ്രോട്ടീൻ ആൻഡ് ഫൈബേഴ്സ് കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഗ്ലോക്കോമ, കണ്ണിന് ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ആൾക്കോൾ ഉപയോഗം, നാർക്കോട്ടിക്സ്, സ്മോക്കിംഗ് ഇതൊക്കെ തീർച്ചയായും നിർത്തുക. അതിനുശേഷം കണ്ണിൽ ലേസർ, എവിടെയൊക്കെ ബ്ലീഡിംഗ് ഉണ്ടെന്ന് നോക്കി അതിന് പാൻറേറ്റിന് ഫോട്ടോ കോയാഗുലേഷൻ, ആർഗോൺ ലേസർ അടിക്കേണ്ടി വരുന്നു. പിന്നെ കണ്ണിൽ ഇൻട്രാവിറ്ററി ഇഞ്ചക്ഷൻ, ആൻറ്റിബയോജി ഇഞ്ചക്ഷൻ ചെയ്യണം. എന്തൊക്കെ ടൈപ്പ് സ്ട്രോക്കാണുള്ളത്, അല്ലെങ്കിൽ ആർട്ടറി ബ്ലോക്കാണ് വരുന്നത്? അത് ആർട്ടറി ബ്ലോക്കാണെങ്കിൽ സെൻട്രൽ ആർട്ടറി ആകാം, ബ്രാഞ്ചിൽ ആർട്ടറി ആകാം, അല്ലെങ്കിൽ സീലോറെറ്റിന ആർട്ടറി ആകും. സെൻട്രലാണെങ്കിൽ ഇംപെൻഡിങ്, ഇസ്കീമിക്, നോൺ ഇസ്കീമിക് 3 ടൈപ്പ് ഉണ്ട്. ഇനി വെയിൻ ബ്ലോക്ക് ആണെങ്കിൽ അത് ഹെമി റെറ്റിനൽ, കോൺട്രാക്റ്റിക് റെറ്റിനൽ, സ്മോൾ ഹെമറേജസ്, അങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ? അതറോസ്ക്ലറോസിസ്, വയസ്സാകുമ്പോൾ രക്തക്കുഴലുകളെല്ലാം നാരോ ആവുന്നു. എംബോളൈ, കൊളസ്ട്രോൾ, കാൽസ്യം ആൻഡ് പ്ലേറ്റ്ലെറ്റ് എംബോളൈ, ആർട്ടറൈറ്റിസ്, പിന്നെ കണ്ണിലെ പ്രഷർ കൂടുക, ത്രോംബോട്ടിക് ചേഞ്ചസ്, കൊയാഗുലേറ്റീവ് ഡിസോർഡേഴ്സിൽ അത് വരും. പിന്നെ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, പെരിഫ്ലബൈറ്റിസ്, പിന്നെ കണ്ണിലെ പ്രഷർ കൂടുക. പിന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഗർഭം ഉണ്ടാകാതിരിക്കാനുള്ള ഗുളികൾ, അതൊക്കെ ഇതിൽ കാരണങ്ങളാകുന്നു. സ്മോക്കിംഗ് നിർത്തുക. ലോക്കൽ കാരണങ്ങൾ, കണ്ണിന് അടുത്തുള്ള എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാം? സെല്ലുലൈറ്റിസ്, ഇഞ്ചുറി, ഇൻഫെക്ഷൻ, AV നിപ്പിംഗ്, പിന്നെ ഹൈപ്പർ വിസ്കോസിറ്റി കണ്ടീഷനും വരാം. അത് വെയിനിലാണ് അത് കൂടുതൽ വരിക. ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫണ്ടസ് ഫ്ലോറസെൻസ് ആൻജിയോഗ്രാഫി, ഫണ്ടസ് എക്സാമിനേഷൻ, OCT, CT, MRI, A and B സ്കാൻ, അൾട്രാസോണിക് സ്കാൻ. എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്? അത് ആദ്യം പറഞ്ഞ പോലെ എമർജൻസി ട്രീറ്റ്മെൻറ്റ് ആദ്യം എടുക്കുക. പിന്നെ ആർട്ടറിയിൽ ബ്ലോക്ക് വന്നാൽ 90 to 100 മിനിറ്റ്സിനുള്ളിൽ ആരംഭിക്കണം. ഐ മസാജ്, വെള്ളം കുടിക്കുക, പ്രഷർ കുറയ്ക്കുക. പിന്നെ പാരാസെൻറ്റേഴ്സ്, കണ്ണിൽ വെള്ളം എടുക്കുക, ഇഞ്ചക്ഷൻ, നീഡിൽ സിറിഞ്ച് വഴി. ആൻറ്റി ഗ്ലോക്കോമ മെഡിസിൻ ഉപയോഗിക്കുക. ആൻറ്റി ഹൈപ്പർ ടെൻസീവ് മെഡിസിൻ ഉപയോഗിക്കുക. ഫൈബ്രോലൈറ്റിക് ഏജൻറ്റ് ഉപയോഗിക്കുക. വെയിനിൽ ബ്ലോക്ക് വരികയാണെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കുക, പ്രഷർ കുറയ്ക്കുക, ആൻറ്റിപ്ലേറ്റ് ടാബ്ലറ്റ്, ആസ്പിരിൻ, കോളപ്ലേറ്റ് കഴിക്കുക, ആൻറ്റി കൊയാഗുലൻസ് ഉപയോഗിക്കുക, ഹെബാറിൻ, ആൻറ്റി കൊളസ്ട്രോൾ, സ്റ്റാറ്റിൻ ഇതൊക്കെ ഉപയോഗിക്കുക. പിന്നെ സിസ്റ്റമിക് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓൾ ഡിസീസസ് ആൻഡ് ആൻറ്റിബയോജി ഇഞ്ചക്ഷൻ എടുക്കണം. കൺട്രോൾ യുവർ ഓൾ ഡിസീസസ്, നിങ്ങളുടെ എല്ലാ രോഗങ്ങളും കണ്ടുപിടിച്ച് ചികിത്സിച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, അനീമിയ, കൊയാഗുലേറ്റീസ് ഇതെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. മാതാ അമൃതാനന്ദമയ്യയുടെ ആശ്രമത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. அந்த അമ്മയുടെ ആശീർവാദത്തോടുകൂടി ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഞാൻ ഡോക്ടർ പ്രൊഫസർ ബാലകൃഷ്ണൻ മാധവൻ, നേത്രരോഗ വിദഗ്ധൻ, ബാലകൃഷ്ണ കണ്ണാശുപത്രി, ചെന്നൈ. സ്ട്രോക്ക് വരാതിരിക്കാൻ വേണ്ടി ആണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് വളരെ ചുരുക്കത്തിലായിട്ട് പാരമ്പര്യമായിട്ട് ചില കുടുംബങ്ങളിൽ കാണുന്നു.
അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഫാറ്റി ഫുഡ്, നോൺ വെജ് ഫുഡ്, വെസ്റ്റേൺ ഫുഡ്, ഇതിലെല്ലാം നിറയെ കൊളസ്ട്രോളും ട്രാൻസ് ഫാറ്റും എല്ലാം കൂടുതൽ ഉള്ളതുകൊണ്ട് ശരീരത്തിലുള്ള ഭാരം പെട്ടെന്ന് കൂടുന്നു, രക്തക്കുഴലുകൾ ബ്ലോക്ക് വരുന്നു. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുക, ജങ്ക് ഫുഡ് ഇതെല്ലാം ഉപയോഗിക്കാതിരിക്കുക, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, കായകറികൾ, മില്ലറ്റ് അത് കൂടുതൽ കഴിക്കുക. പിന്നെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും കണ്ടുപിടിച്ച് നമ്മൾ ചികിത്സിക്കണം. ടെൻഷൻ ഉണ്ടാകാനേ പാടില്ല. അത് എപ്പോഴും ഹാപ്പി ആയിരിക്കണം. കാരഡ സ്കാൻ റിവീൽസ് വേരിയസ് ഡിഫക്ട്സ് ഓഫ് ദി ബോഡി. കാരഡ സ്കാൻ ഉടമ്പുള്ള കുറേപാടുകളെ എടുത്തു കാട്ടിക്കളയും. ആഫ്റ്റർ ടേക്കിംഗ് ഹിസ്റ്ററി ആൻഡ് കൗൺസിലിംഗ് തെറാപ്പീസ് ഡിപ്പെൻഡിങ് ചിന്മയ മുദ്ര, ആദി മുദ്ര, ബ്രഹ്മ മുദ്ര ആൻഡ് നരസിംഹ മുദ്ര. ആൻഡ് കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ബാക്ക് സൈഡ് ആൻഡ് ബെൻഡ് ഫോർവേഡ്. ദിസ് ഈസ് കാൾഡ് ശശാങ്കാസന or മഹാമുദ്ര. Then take the hands forward, keep in chin mudra, bend forward. This is called Mandukasana. The benefits asana.